അപ്പം ഞാൻ എൻ്റെ ചാനലിൽ എൻഹാൻസ് യുവർ ബ്യൂട്ടി എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ റെഡിയല്ലേ നിങ്ങളുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാൻ? നമുക്ക് എല്ലാവർക്കും നാളെ ഒരു ഗ്ലോയിങ് സ്കിന്ന് വെച്ച് എഴുന്നേൽക്കണ്ടേ? മോർണിംഗിൽ വേക്കപ്പ് വിത്ത് ഗ്ലോയിങ് സ്കിൻ. അതിനുള്ള ടിപ്പാണ് ഞാൻ പറയുന്നത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഈവനിങ് റുട്ടീൻ ഉണ്ടാക്കണം. ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് റുട്ടീൻ ഫോർ ദ സ്കിൻ. അതിന് നമ്മൾ എന്നാ ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ നല്ലൊരു ക്ലെൻസർ ഉപയോഗിക്കണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹീൽസിൻ്റെ ക്ലെൻസറാണ്. കണ്ടോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത്, നിങ്ങളുടെ കയ്യിലുള്ള ക്ലെൻസർ ഏതാണോ അത് വെച്ചിട്ട് നിങ്ങളുള്ള മുഖത്തുള്ള മേക്കപ്പ് എല്ലാം ക്ലീൻ ചെയ്ത് കളയാം. അപ്പം അതിന് ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് നല്ല തണുപ്പാണ്, അതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഫസ്റ്റ് കഴുകുന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് നമ്മൾ വെള്ളം വെച്ചൊന്ന് കഴുകുക, ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ക്ലെൻസർ വെച്ചിട്ട് ഫുള്ള് മേക്കപ്പ് കളയാം. ഓക്കെ, അപ്പോൾ നമ്മളത് ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിനും കൂടി നല്ലതാവാൻ വേണ്ടിയിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ, എൻ്റെ കയ്യിൽ നല്ലതായിട്ട് ഇതുണ്ട്. ഞാൻ ഇച്ചിരി ഐലൈനർ കൂട്ടി വരയ്ക്കുന്നുണ്ട്, അതിൻ്റെ ഇച്ചിരി ഇതുണ്ട്. അപ്പോൾ അത് കൂടെ ഒന്ന് നന്നായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്തത് കളയാം. അപ്പം കളയുമ്പോൾ റൗണ്ട് മസാജ് ചെയ്താൽ നമ്മുടെ സ്കിന്നിനും അതൊരു മസാജായി കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ UK ഇത്തിരി തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വാം വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്കിന്നിന് വാം വാട്ടറും ഹോട്ട് വാട്ടറും എല്ലാം നല്ലത്, കൂൾ വാട്ടർ വെച്ച് നല്ലത്. അപ്പോൾ അതിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂൾ വാട്ടർ വെച്ച് മുഖം ഒന്ന് അപ്ലൈ ചെയ്ത് കഴുകിയെടുക്കുക. എന്നിട്ട് ക്ലീനായിട്ടുള്ള ടവൽ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. വൈപ്പ് ചെയ്തേ. ഓ, എൻ്റെ യഥാർത്ഥ രൂപം കണ്ടോ? കഷ്ടം. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കാണിക്കാൻ ഇഷ്ടമല്ല, എന്നാലും എന്താ ചെയ്യുക, ഇതാണ് എൻ്റെ ഒറിജിനൽ രൂപം. നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങാൻ പോകണം. അതിനു മുമ്പ് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഒരു ലോഷൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം. അല്ലെങ്കിൽ മിഡ് നൈറ്റ് ഓയിലോ, അങ്ങനെ ഒത്തിരി ഓയിലുകൾ ലഭ്യമാണ് മാർക്കറ്റിൽ. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് കയ്യിലുള്ളത് അത് വെച്ച് പുരട്ടാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കീൽസിൻ്റെ മിഡ് നൈറ്റ് ഓയിലാണ്. ഇതാണ് ഞാൻ സ്ഥിരം ഒരു മോർ ദാൻ 5 years ആയിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിന് അത് ഒത്തിരി ബെനിഫിഷ്യലാണ്. നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണോ സൂട്ടായിട്ടുള്ളത് അത് യൂസ് ചെയ്യും. ഞാൻ ഇതിനകത്തുനിന്ന് മോർ ദാൻ 2 or 3 drops ആണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് മസാജ് ചെയ്തിട്ട് 2 കൈയിൽ എന്ത് ചെയ്തിട്ട് പതുക്കെ ഫുള്ള് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക നന്നായിട്ട്. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക. അങ്ങനെ മസാജ് ചെയ്യുമ്പം എന്താ സംഭവിക്കണേ? നമ്മുടെ സ്കിന്നിന് അത് നല്ലതാണ്, നല്ലതായിട്ട് രക്തയോട്ടം കിട്ടും, ബ്ലഡ് സർക്കുലേഷൻ എല്ലാത്തിനും നല്ലതാണ്. നല്ല സർക്കുലേഷൻ ഉണ്ടെങ്കിലാണ് നല്ല സ്കിന്നും കിട്ടുള്ളൂ. കാരണം നമ്മുടെ എല്ലാം മെച്യൂർഡ് സ്കിന്നല്ലേ, അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. റിങ്കിൾസ് വരാതിരിക്കാനും ഹെൽത്തി സ്കിന്നാവാനും എല്ലാം ഇതാണ് നല്ലത്. ഇത് മാത്രം പോരാ, നന്നായിട്ട് വെള്ളവും കുടിക്കണം. പക്ഷേ ഇങ്ങനൊരു നൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ വെക്കണം. ഇങ്ങനെ ചെയ്താലേ, ഇഫ് യു ലവ് യുവർ സെൽഫ്, വാട്ട് യു നീഡ് ടു ഡു, ഹാവ് എ ഗുഡ് സ്കിൻ കെയർ റുട്ടീൻ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് യു ഷുഡ് ഡു. ബൈ.